ഇതാ വഴി, ആ വീട്ടിലേക്കുള്ള വഴിയാണിത്. പക്ഷേ എന്തൊക്കെയോ കൂവുന്നുണ്ട്, നല്ല സൗണ്ടുണ്ട്. മാനാണോ, മാൻ്റെ കൂ ഇങ്ങനെയാണോന്നറിയില്ല. അതോ മയിലാണോന്നും അറിയില്ല. മയിലിൻ്റെ കൂ കണക്കെ ഉണ്ട്. ഇടയ്ക്ക് പട്ടിയുടെ കുരയും കേൾക്കാം. ഹലോ ഫ്രണ്ട്സ്, 3RP വിഷ്വൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്ന ഈ കാനനപ്പാതയെ ഏതാണെന്ന് മനസ്സിലായോ? മനസ്സിലായില്ല അല്ലേ? പറയാം. മസനഗുഡിയിലേക്കുള്ള കാനനപ്പാതയാണിത്. മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് ഇന്നത്തെ യാത്ര. നേരെ ഗൂഡല്ലൂർ വഴി ഊട്ടിക്ക് പോകാതെ മസനഗുഡി വഴി ഊട്ടിക്ക് പോയാലോ? എന്ത് രസമായിരിക്കും ആ യാത്ര. ഏത് യാത്രയുടെയും ഉദ്ദേശം ലക്ഷ്യസ്ഥാനമല്ല, വഴികളാണ്. മനോഹരമായ വഴികളിലൂടെയാണ് നമ്മുടെ യാത്ര. നമ്മുടെ പ്രകൃതിയെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാത്രമേ ഒരു സഞ്ചാരിയാകാൻ കഴിയൂ. മനോഹരമായ വഴികളിലൂടെയുള്ള യാത്ര ആവേശം കൊള്ളിക്കുന്ന നിമിഷങ്ങളാണ് ഓരോ യാത്രികനും. ഞങ്ങളെ ആലപ്പുഴയിൽ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. തൃശ്ശൂർ, ഷൊർണൂർ, പട്ടാമ്പി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, വഴിക്കടവ് വഴിയാണ് ഞങ്ങൾ മസനഗുഡിയിലേക്ക് യാത്ര പോയത്. ഞങ്ങൾ 14 പേരടങ്ങുന്ന സംഘമാണ് യാത്ര പോയത്. ഞങ്ങൾ മസനഗുഡിയിൽ വന്ന് 2 ജീപ്പ് എടുത്ത് കാനനപ്പാതയിലൂടെയും യാത്ര ചെയ്തു. മനോഹരമായ കാഴ്ചയായിരുന്നു അത്. നിങ്ങൾക്കും മസനഗുഡിയിൽ വന്നാൽ ജീപ്പ് സവാരി നടത്താം. ഒരു ജീപ്പിന് 1500 രൂപ കൊടുത്താൽ 7-8 പേർക്ക് യാത്ര ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടിലുള്ള മിക്ക വന്യമൃഗങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. അവിടെ വണ്ടി വരുന്ന നോക്കിയാൽ മതി. ഓപ്പോസിറ്റ് വണ്ടിരുന്ന് നോക്കി അവിടെ വണ്ടി വരുന്ന നോക്കിയാൽ മതി. ഉണ്ടാണ് അത് പോയത്. അല്ല, ആ ബട്ടൺ എൻ്റെ അത് പോയി. അതിൻ്റെ അത് ബാറ്ററി ബ്ലൂടൂത്തോടെ കണക്ഷനാണ്. അതുകൊണ്ടായിരുന്നു അത്. ഇതിപ്പോൾ വെറുതെ വെച്ചിരിക്കുവാണ് ഇവിടെ. കിട്ടിയ അത് നമുക്ക് നാളെ മേടിച്ചേക്കാം. അത് ആ കമ്മീഷൻ കിട്ടത്തില്ല, നമുക്ക് കിട്ടാത്തതാണ്. കാട്ടിലെ എല്ലാ കാഴ്ചകളും എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല കേട്ടോ. എൻ്റെ ഫോൺ ഇടയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് കാണിച്ചു. ഫോണിലൂടെയാണ് ഞാൻ വീഡിയോ എല്ലാം പകർത്തുന്നത്. കാടിൻ്റെ ഉള്ളിലായി ഞങ്ങളൊരു വീട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഞങ്ങൾ ചോദിച്ചും പറഞ്ഞുമാണ് പോകുന്നത്. ഞങ്ങൾക്ക് വീട് മനസ്സിലായില്ല. ആ ഹൗസ് ഓണർ ഫോണിലൂടെ വഴി പറഞ്ഞു തന്നു. ഞങ്ങൾ അതേ രീതിയിൽ പോവുകയാണ്. ഇവിടെ നാട്ടുകാരായ ആരും ഇവിടെ താമസിക്കുന്നില്ല. ഇതുപോലെയുള്ള ഹോം സ്റ്റേകൾ മാത്രമാണ് ഈ കാട്ടിനുള്ളിലുള്ളത്. ഞങ്ങളെ മസനഗുഡി വഴി ഊട്ടിക്ക് പോയപ്പം മസനഗുഡി വന്ന് ട്രെക്കിങ്ങൊക്കെ കണ്ട് ഞങ്ങൾ താമസിച്ച വീടാണ്. ഈ വീട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വന്ന വണ്ടിയാണ് കിടക്കുന്നത്. നല്ല സുന്ദരമായ കാടിൻ്റെ നടുക്കൊരു വീടാണ്. ഈ ഒറ്റപ്പെട്ടൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇത് ഞങ്ങൾ 15 പേരുണ്ടായിരുന്നു. 15 പേരും കൂടെ ഈ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. 7000 രൂപയുള്ളേ ഈ വീട്. അതിൻ്റെ ചുറ്റിനുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒത്തിരി മാനുകളെ, കരടിയും പുലിയും ഒക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ചില സമയങ്ങളിൽ ഇവിടെ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ മാന മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. നല്ല മനോഹരമായ സ്ഥലമാണ്. നല്ല തണുപ്പുണ്ടേ. രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയായി. ഞങ്ങൾ എഴുന്നേറ്റ്, എല്ലാവരും എഴുന്നേൽക്കുന്നേ ഉള്ളൂ. ഞാൻ രാവിലെ ഒന്നും എഴുന്നേറ്റില്ല. വീഡിയോ ഒക്കെ കുറച്ചങ്ങോട്ട് ചെന്നപ്പം കുറച്ച് മാൻകൂട്ടത്തിനെ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ ആ വീഡിയോ എടുക്കാനായിട്ട് ചെന്നപ്പോൾ എല്ലാം ഓടി മറിഞ്ഞു. നമ്മളെ പേടിയാണ് അവർക്ക്.
എന്താ നല്ല സ്ഥലങ്ങളാണ്. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ എത്തിയത് കേട്ടോ. പക്ഷേ രാത്രി നല്ല തണുപ്പായിരുന്നു. രാവിലെ എല്ലാവരും എഴുന്നേറ്റുണ്ട്. രാവിലെ ഞങ്ങൾ ഇവിടെ നിന്നും ഊട്ടിക്കാണ് പോകുന്നത്. ഇവിടെ ഒരു ചേച്ചി ചേട്ടനും താമസമുണ്ട്. ആ ചേച്ചിയാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ. ആ ചേച്ചി വീഡിയോയുടെ മുമ്പിൽ വരാൻ മടിച്ചതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇതാണ് ആ വീട്. നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ. ചുറ്റിനും എല്ലാം വിജനമായ സ്ഥലമാണേ. ഇത് നോക്കിക്കേ. രാവിലെ ഏകദേശം 6 മണി കഴിഞ്ഞു. സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാം. മലകളുടെ ഇടയിലൂടെ ചെറിയ വെട്ടം കാണാമല്ലോ നമുക്ക്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അല്ലേ. നിങ്ങളും മസനഗുഡിയിൽ വരുമ്പോഴേ ഇതുപോലുള്ള കാട്ടിലുള്ള ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട് താമസിക്കാനായിട്ട്. വലിയ റേറ്റും കുറവാണ്. ഞങ്ങളിത് 14 പേര്, ഡ്രൈവർ ഉൾപ്പെടെ 15 പേര് താമസിച്ചതിന് വെറും 7000 രൂപയെ വാടക മേടിച്ചുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ടൗണിലാണെങ്കിൽ അതിൽ കൂടുതൽ പൈസയാവും. ആ വീട്ടിൽ നിന്നും ഞങ്ങളെല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വാഹനത്തിൽ കയറുകയാണ്. ഞങ്ങളുടെ ട്രാവലർ അവിടെ വെളിയിൽ കിടപ്പുണ്ടേ. എനിക്ക് കയറാൻ വേണ്ടിയാണ്. ഫോട്ടോ എടുത്തിരിക്കുന്ന ആളിന്റെ ഞങ്ങൾ മസനഗുഡിയോട് വിട പറഞ്ഞു നേരെ ഊട്ടിയിലേക്കാണ് പോകണം. മസനഗുഡിയിലൂടെ ഊട്ടിയിലേക്കാണ് ഈ യാത്ര. ഇനി അടുത്ത കാഴ്ചകൾ ഊട്ടിയിലെയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും അവസാനം വരെ ഈ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ കൊച്ചു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റോഡ് നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഒത്തിരി വളവുകളുണ്ട്. 36 എയർപിന്നുള്ള റോഡാണ് ഈ കാണുന്നത്. ട്രാവലർ വരെയുള്ള ചെറു വാഹനങ്ങൾ മാത്രമേ ഇതിലേക്ക് കയറ്റിവിടുള്ളൂ. വലിയ വാഹനങ്ങൾ കയറ്റിവിടാറില്ല. പക്ഷേ ഊട്ടി നീലഗിരിയിൽ നിന്നും ചെറിയ കട്ട്ചേസ് ബസ്സുകൾ യാത്ര ചെയ്യാറുണ്ട്. അതും ഗവൺമെൻറ് വാഹനങ്ങളാണ്. സ്വകാര്യ വാഹനങ്ങൾ കയറ്റിവിടാറില്ല. ഈ കാനനപ്പാതയിലൂടെയുള്ള ഈ യാത്ര അവസാനം വരെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഊട്ടിയിലെ മറ്റൊരു മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആരും മണിക്കത്ത് പുറത്തിറക്കുന്നില്ല.